Sri K. Shankaranarayanan, His Excellency the Governor of Maharashtra, has always been a staunch friend of our church and supportive of our cause in his own ways. He promised to be with us and to honor us with his presence despite his busy schedule. I invite you, Your Excellency, for the inaugural address. ബഹുമാന്യരായ തിരുമേനിമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മലങ്കര ഓർത്തഡോക്സ് സഭ 100 വർഷത്തിലേക്ക് വളർന്ന് വികസിച്ച് പന്തലിച്ച് എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇത്രയും ഉയരമുള്ള നിലവിളക്ക്. രണ്ടായിരം വർഷത്തെ ചരിത്രമുണ്ട്. ഇവിടെ തിരുമേനി പ്രസംഗിച്ചപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം ക്രിസ്ത്യൻ സമൂഹം മാത്രം പഠിച്ചാൽ പോരാ, എല്ലാ സമുദായങ്ങളും സമൂഹങ്ങളും പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യണം. അതാണ് പറഞ്ഞത്, ബഹുമാന്യനായ യേശുദേവൻ നിന്നെപ്പോലെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന്. സ്നേഹിക്കണം എന്നാണ് പറഞ്ഞത്, ദ്രോഹിക്കണം എന്നല്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമുദായം ഏത് കാലത്തും മനുഷ്യ സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച സമൂഹമാണ്. അതിൽ യാതൊരു കലവറയും കൂടാതെ, യാതൊരു റിസർവേഷനും കൂടാതെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഭാരതത്തിൻ്റെ വികസനത്തിനു വേണ്ടി വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല മറ്റ് എല്ലാ രംഗങ്ങളിലും സാമൂഹ്യമായും സാമുദായികമായും സാമ്പത്തികമായും ഉള്ള മേഖലകളുടെ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റിയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. അതുകൊണ്ടാണ് തിരുമേനി പറഞ്ഞത് ഇതിൻ്റെ ചരിത്രം പഠിക്കണം എന്ന്. നമുക്കുള്ള ഏറ്റവും വലിയ ഒരു കുഴപ്പം ഇപ്പോൾ ചരിത്രം അറിയില്ല എന്നുള്ളതാണ്. ഇനി അഥവാ അറിയുമെങ്കിൽ അത് തെറ്റായി പഠിച്ചിട്ടുണ്ട് പലപ്പോഴും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളുടെ ഭാരതത്തിൽ ഇന്ന് 121 കോടി ജനങ്ങളിലധികമുണ്ട്. ലോകത്ത് ചൈന കഴിച്ചാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഭാരതം. 10 വർഷത്തിനുള്ളിൽ ചൈന രണ്ടാമതാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ കാര്യത്തിലെങ്കിലും ജനസംഖ്യ കൂടുന്നത് കൊണ്ട് അപകടമുണ്ട് എന്ന് മനുഷ്യ സമൂഹത്തെ സ്നേഹിക്കുന്ന ആരും വിശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്യില്ല. മനുഷ്യ സമൂഹം വർദ്ധിക്കുന്നതോടുകൂടി വിഭവങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള സാമൂഹ്യ മനസ്ഥിതിയാണ് ഉണ്ടാകേണ്ടത്. ആ മനസ്ഥിതിക്കാണ് ഊന്നൽ കൊടുക്കേണ്ടത്. ഈ വക സന്ദർഭങ്ങളിൽ നമ്മളെല്ലാവരും ആലോചിക്കേണ്ടത്
എനിക്ക് ഏത് സമുദായത്തിനും, അത് ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും പാഴ്സി ആയാലും എത്ര ഭക്തി ഉണ്ടാകുന്നതിനും യാതൊരു അപകടവുമില്ല. പക്ഷേ അതിൻ്റെ ഭാഗത്ത് ജനസേവനം കൂടി ഉണ്ടാകണം. അതാണ് ഇന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിനോട് അത് ചോദിക്കുകയും ചെയ്തു. നമ്മുടെ രാജ്യത്തിപ്പോൾ വിഷമങ്ങളുണ്ട്. ലോകത്തെല്ലാ പ്രദേശത്തും വിഷമങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മളുടെ രാജ്യത്തിന്റെ വികസനത്തെക്കുറിച്ച്. 1947 ശേഷം ഭാരതത്തിലെ വികസനത്തെക്കുറിച്ച് നമ്മൾ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും നന്മകളുടെ വളർച്ച പരിശോധിക്കുമ്പോൾ ഓരോ സമൂഹത്തിനും ഉണ്ടാകുന്ന, ഓർത്തഡോക്സ് സഭയായാലും ശരി, ഏത് സഭയായാലും ശരി, ആ സഭയ്ക്ക്, ആ സമൂഹത്തിന്, ആ മനുഷ്യ സമൂഹത്തിനുണ്ടാകുന്ന വളർച്ചയാണ് രാജ്യത്തിന്റെ വളർച്ച, ലോകത്തിന്റെ വളർച്ച. അല്ലാതെ ഈ രാജ്യത്തല്ല ലോകത്ത് തന്നെ ആർക്കും എത്ര സമ്പത്ത് കൂട്ടിവെച്ചിട്ടും സ്വന്തം നിലയ്ക്ക് ഉപയോഗിക്കുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ വളരെ പരിമിതമായിരിക്കും. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എത്ര കോടി ഉറുപ്പിക കയ്യിലുണ്ടായാലും രാവിലെ 10 ഇഡ്ഡലി തിന്നാൻ പറ്റില്ലല്ലോ, ഉച്ചയ്ക്ക് 10 ബിരിയാണി തിന്നാൻ പറ്റില്ലല്ലോ, വൈകുന്നേരവും അത് തന്നെ. ഇനി അഥവാ തിരുമേനി വേണ്ട, ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ സാധനം കഴിക്കുന്നതായാലും എത്ര കഴിക്കാൻ പറ്റും? അതും അളവറ്റി കഴിച്ചാൽ തട്ടിപ്പോകും. അപ്പൊ അതുകൊണ്ട് ഇത് സമൂഹത്തിനാണ് ഉപയോഗിക്കുന്നത്. ആർക്കും ഒളിച്ചുകൂട്ടി വെക്കാൻ പറ്റില്ല. അതാണ് അമേരിക്കയുടെ പ്രസിഡന്റ് മിസ്റ്റർ ഒബാമ ഭാരതത്തിൽ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇന്ത്യ is a developed country, it is not a developing country. നമ്മൾ ആളുകൾ ഇപ്പോഴും അത് അംഗീകരിക്കാൻ തയ്യാറില്ല. ഇത്രയധികം എക്കണോമിക് റിസസ് വന്നിട്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. നമ്മൾ സമൃദ്ധിക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. സമൂഹം നന്നാവണം എന്നുള്ളതാണ്, കുടുംബം നന്നാവണം എന്നുള്ളവരാണ്. ലോകത്ത് അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലും എത്ര ബാങ്കുകൾ പൂട്ടി, നമ്മളുടെ ഇന്ത്യ രാജ്യത്ത് ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെ ശാഖ കൂടി പൂട്ടിയിട്ടില്ല. ഉണ്ടോ മിസ്റ്റർ? ഇല്ല. നമ്മള് ഇത് ആലോചിക്കുന്നില്ല. വിമർശനം ഒരു പ്രയാസമില്ല. ഓരോരുത്തരുടെ നാവ് ഇവിടുന്ന് സംസാരിച്ചാൽ ഡൽഹി പാർലമെന്റിന്റെ ചുമരിൽ പോയി മുട്ടും. ഈ വളർച്ച എന്ന് പറയുന്ന സമൂഹത്തിന്റെ, ഇപ്പൊ നമ്മളെ ഇവിടെ 2 വർഷക്കാലം കൊണ്ട് ഇവിടെ ഡയസിസിൽ ഉണ്ടായ വളർച്ച പറഞ്ഞു. ഇവിടുത്തെ സമൂഹം വളരുന്നു, ആളുകൾ വളരുന്നു, ആളുകൾക്ക് വികാസം ഉണ്ടാവുന്നു, അവരിൽ മാറ്റം ഉണ്ടാകുന്നു. അതാണല്ലോ പ്രധാനമായിട്ടുള്ളത്. അത് വിദ്യാഭ്യാസം മാത്രം പോരാ. വിദ്യാഭ്യാസം അടിസ്ഥാന ശിലയാണ്. അതിന് അങ്ങോട്ടുള്ള വളർച്ച, വിഭവ വളർച്ച എന്ന് പറഞ്ഞാൽ എല്ലാ രംഗത്തുമുള്ള വളർച്ച. ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള തീരുമാനങ്ങളിൽ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. പക്ഷെ എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, പണ്ടുകാലത്ത് പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കി വിദ്യാഭ്യാസം ഉണ്ടാകാൻ വേണ്ടി. പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കിയത് പള്ളിയോട് ചേർന്ന് കുട്ടികൾക്ക് വരാനും രക്ഷിതാക്കന്മാർക്ക് വരാനും പഠിക്കാനും അതിനുള്ള സൗകര്യം, അതാണ് പള്ളിക്കൂടങ്ങൾ. അതാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്ന് വളർന്നു വന്നിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മധ്യ തിരുവിതാംകൂറിലും തിരുവിതാംകൂർ വിഭാഗത്തും
കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടാകാനുള്ള പ്രധാനമായ കാരണം ക്രിസ്ത്യൻ സമുദായമാണ്. അതിനാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അതിനുശേഷം NSSകാരും SNDPക്കാരും ആ രംഗത്തേക്ക്, ആ ഭാഗത്തേക്ക് തിരിഞ്ഞു വന്നു. കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടായി. മലബാർ മേഖല പിന്നോക്കമായിരുന്നു. ഇപ്പോൾ ആ പ്രദേശം വളർന്നു വരുന്നു. ഇപ്പോൾ പറഞ്ഞ ഒരു ചെറിയ ഉദാഹരണം, നമ്മളുടെ കുട്ടികളൊക്കെ പഠിച്ച് നന്നായി എഞ്ചിനീയർമാരായി, ഡോക്ടർമാരായി, അവരൊക്കെ പലരും വിദേശത്താണെന്ന് സൂചിപ്പിച്ചു. വിദേശത്ത് ധാരാളം ആളുകളുണ്ട്. ഇന്ത്യ രാജ്യത്തുള്ള, കേരളത്തിലുള്ള പ്രഗത്ഭരായ എഞ്ചിനീയർമാരും ഡോക്ടർമാരും വിദേശത്താണ്. അവർ തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ അവിടത്തേക്കാൾ കൂടുതൽ വരുമാനം ഇവിടെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അല്ലാതെ ചുമ്മാ തിരിച്ചു വരുന്നതല്ല, ഒന്നും കാണാതെ പുഴയെ ചാടുന്നതല്ല, പപ്പടും പഴവും കണ്ടിട്ട് ചാടുന്നത്. അത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച, സമൂഹത്തിന്റെ വളർച്ചയാണ് കാണുന്നത്. എത്ര പുതിയ ഹോസ്പിറ്റലുകൾ വന്നിരിക്കുന്നു, എത്ര പുതിയ എഞ്ചിനീയറിംഗ് കോളേജുകൾ വന്നിരിക്കുന്നു. ഇത് സമൂഹത്തിലുണ്ടാകുന്ന വളർച്ചയെ ആശ്രയിച്ചാണ്. ഇപ്പൊ നമുക്ക് കൂട്ടുകുടുംബമില്ല. കൂട്ടുകുടുംബം പാടെ വിസ്മരിക്കപ്പെട്ടിരിക്കുന്നു. സാധ്യമല്ല. അതുകൊണ്ടാണ് ഇപ്പൊ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്. വാർദ്ധക്യം ബാധിച്ചവർക്ക് താമസിക്കാനുള്ള സൗകര്യം, ജീവിക്കാനുള്ള സൗകര്യം, അവരെ പോറ്റാനുള്ള സൗകര്യം ആലോചിക്കുന്നത്. പള്ളി വീട് എന്ന് പറയുന്നത്. എത്ര ഓൾഡ് ഏജ് ഹോംസ് ആണ് ഇപ്പൊ നമ്മളുടെ രാജ്യത്ത് വന്നിരിക്കുന്നത്. സാധാരണ ഓൾഡ് ഏജ് ഹോം മുതൽ 5 സ്റ്റാർ ഓൾഡ് ഏജ് ഹോം വരെ വന്നിട്ടുണ്ട്. അതില്ലാതെ ഒരു മാർഗമില്ല. ഇപ്പോ കൂട്ടുകുടുംബം അവസാനിച്ചു. ഒരു കുടുംബത്ത് ഒരു അച്ഛനമ്മയ്ക്കും 5 മക്കളുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ 5 വീട് പിറ്റേ ദിവസം വേണം. ഒരു വീട്ടിൽ അവർ താമസിക്കില്ല. താമസിക്കാത്തത് വേറൊന്നും ഉണ്ടല്ല, ഞാനൊരു സ്വകാര്യം പറയാം, കലഹം ഉണ്ടാവും. അപ്പൊ പിന്നെ അതിനോടൊപ്പം ഒരേ പോലീസ് സ്റ്റേഷൻ നോക്കണം. ഇത് അവരും അവരുടെ ചട്ടിയും കാലവും കൊട്ടിയും പട്ടിയായിട്ട് അവർ ഒറ്റയ്ക്ക് താമസിച്ച ഒരു കുഴപ്പമില്ല. ഇത് ആരെയും കുറ്റപ്പെടുത്താനും വിമർശിക്കാനല്ല. ഇപ്പൊ ഈ ആശയം ഉണ്ടാകാനുള്ള കാരണം എന്താ? ഈ 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശയിൽ നമുക്ക് വാർദ്ധക്യകാല വീടുകൾ വേണം. കാരണം വാർദ്ധക്യം വന്ന അച്ഛനെയും അമ്മയെയും നോക്കാനുള്ള മക്കൾ കുടുംബത്തില്ല, അവര് വേറെ പോയി. ഇനി അഥവാ അവര് മകളുടെ അടുത്ത് പോയാൽ 10 ദിവസം കഴിഞ്ഞാൽ പറയും, സണ്ണിലോ പറയും, I cannot look after all these old people. Why do you want to bring all these fellows here? പാവം ഇത് കേട്ടാ പിറ്റേ ദിവസം അവിടെ പോകും. മകന്റെ അടുത്ത് പോയാലും മരുമകള് 2 ദിവസം കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് വയറിളക്കാൻ അവണകണ്ണ കൊടുത്ത വഴിയാണ് പിന്നെ മുഖം. അവിടുന്ന് വിട്ടു. അതാണ് ഇപ്പൊ പറഞ്ഞത്. ഈ വിധത്തിലുള്ള വാർദ്ധക്യക്കാർക്ക് താമസിക്കാനുള്ള പള്ളി വീടുകൾ, ഏത് വീടായാലും ശരി, വേണം, ആവശ്യമാണ്. ഞാനത് സപ്പോർട്ട് ചെയ്യും. ഒരു കാര്യം കൂടി അതിനോട് കൂടി ചേർത്തി വായിക്കേണ്ടത്, സമ്പന്നതയുള്ള മാതാപിതാക്കന്മാര് മക്കളെ നന്നായി പഠിപ്പിക്കണം, നല്ല നിലയ്ക്ക് കൊണ്ടുവരണം. മരിക്കുന്നതിന് മുമ്പ് സ്വത്ത് അവർക്ക് കൊടുക്കരുത്. കൊടുത്താൽ തെണ്ടും. അതിനും ചേർത്തിക്കൊണ്ടാണ് ഇപ്പൊ ഈ വാർദ്ധക്യക്കാർക്ക് താമസിക്കാനുള്ള വീട് ആവശ്യമാണ്. എല്ലാ ദിക്കിലും ആവശ്യമാണ്. എനിക്ക് നല്ല ധാരണയുള്ള ഒരു ചെറിയ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്ക് പരിചയമുള്ള ഒരച്ഛൻ, അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി. ഒരു മകനുണ്ട്.
നല്ല ബുദ്ധിയുള്ള കുട്ടി, വളരെ സാമ്പത്തിക ശേഷി കുറഞ്ഞ ഒരു കുടുംബമാണ്. മകനെ നന്നായി പഠിപ്പിക്കണമെന്ന് വിചാരിച്ച്, വിദേശത്ത് കൊണ്ടേ പഠിപ്പിക്കണമെന്ന് വിചാരിച്ച് ഇരിക്കുന്ന വീട് വിറ്റ് മകനെ വിദേശത്ത് പഠിപ്പിച്ച് ഒന്നാം തരം മിടുക്കനായി അവർ തിരിച്ചു വന്നു. ഇയാൾക്കുള്ള സന്തോഷത്തിന് യാതൊരു കണക്കുമില്ല. ഉടനെ അങ്ങനെ വന്നാൽ പിന്നെ ആ നിലയ്ക്കുള്ള കല്യാണമല്ലേ പറ്റൂ. ആ നിലയ്ക്കുള്ള കല്യാണം കഴിച്ചു. യാതൊരു താരതമ്യമില്ല. ഒടുക്കം കാലം ഇയാളെ നോക്കുന്ന മകൻ കുറച്ചു കഴിഞ്ഞപ്പോൾ മരുമകൾ പറഞ്ഞു, ഇയാളെ ഇവിടെയൊക്കെ ബാത്റൂമും അവിടെ ഇവിടെയൊക്കെ നാശാക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് പുറത്തെവിടെയെങ്കിലും താമസിപ്പിക്കാം. ഒടുക്കം കാലം കാർ ഷെഡ് കൊണ്ടുപോയി അവിടെ ഒരു കട്ടിലും കിടക്കിയും എല്ലാം ഏർപ്പാടാക്കി അവിടെ കൊണ്ടാക്കി. ഈ സാധു അവിടെ കിടന്ന് മരിച്ചു. അത് കഴിഞ്ഞപ്പോ മകന് ഭാര്യയോട് ധൈര്യമായിട്ട് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ മരിച്ചു കഴിഞ്ഞപ്പോ ഈ അവിടെ നിന്നുള്ള അദ്ദേഹം കിടന്നിരുന്ന കട്ടിലും കിടക്കൊക്കെ മാറ്റാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഇയാളുടെ മകൻ ഈ ഗ്രാൻഡ് ഫാദറായിട്ട് വളരെ അടുപ്പാ കുട്ടി. അപ്പൊ പറഞ്ഞു, ഡാഡി ഡോണ്ട് റിമൂവ് ദാറ്റ്, സംടൈംസ് യു മേ നീഡ് ഇറ്റ് ഇൻ ഫ്യൂച്ചർ. നമ്മുടെ കാലം പോകുന്ന പോക്ക്. അതുകൊണ്ട് ഈ തീരുമാനം നന്ന എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ ആരും ആരായിട്ട് ആരോഗ്യത്തിനൊന്നും പോകണ്ട. പിള്ളേര് മാതാപിതാക്കന്മാരോടും ആരോഗ്യത്തിന് വേണ്ട. നിങ്ങളുടെ ഈ ഗതി അവസാനം അതാണ് എല്ലാവരുടെയും. അതുകൊണ്ട് നമുക്ക് ഈ വികസനം എല്ലാ രംഗത്തും വേണം, സൗകര്യം എല്ലാ രംഗത്തും വേണം. അതാണ് ആദ്യം മുതൽക്ക് തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പഠിപ്പിച്ചതും ചെയ്തതും വളർത്തിയതും വികസിപ്പിച്ചതും ഉണ്ടാക്കിയതും. അത് തന്നെയാണ് ഇന്നും ഇവിടെ സൂചിപ്പിച്ചത്. എല്ലാവിധ ആശംസകളും സമർപ്പിക്കുന്നു.